സൂറത്തുൽ അഹ്റാഫിലെ 157-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. പ്രവാചക നിയോഗ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തുന്ന സൂക്തമാണ്. നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എല്ലാ പ്രവാചക നിയോഗങ്ങളുടെയും ലക്ഷ്യം മനുഷ്യ വിമോചനമായി. കേരളീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രണ്ട് ആഘോഷങ്ങളിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നബിദിനമാണ്, മറ്റൊന്ന് ഓണമാണ്. ഓണം എന്നത് കേരളത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന നിലക്ക് ഒരു മതേതര കാഴ്ചപ്പാട് പുലർത്തിക്കൊണ്ടാണ് നമ്മളൊക്കെ അതിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്കിലും അതിലെ ആചാരങ്ങളും പൂജ, വഴിപാട്, ആരാധനകളെല്ലാം ഹൈന്ദവ മത സമൂഹത്തിലെ അവതാര സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് നിലകൊള്ളുന്നത്. 1961 പട്ടുംതാണിപ്പുള്ള സർക്കാർ ഒരു മത ആചാരത്തെ കേരളത്തിൻ്റെ വളരെ ആസൂത്രിതമായ ഒരു അജണ്ട അതിനുണ്ട്. അത് വേറൊരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വഴിയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പൊതുസമൂഹത്തിൻ്റെ ദേശീയ ഉത്സവവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ അത് ഏറ്റെടുത്ത് ജാതി മതഭേദമെന്നെ എല്ലാവരും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നബിദിനത്തെ പറ്റി സംസാരിക്കുമ്പോൾ മനുഷ്യൻ്റെ ഇഹപര ജീവിത വിജയത്തിൻ്റെ മാർഗദർശിയായ ഒരു പ്രവാചകൻ, സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകൻ എന്ന നിലക്ക് ഖാത്തിമുൽ അംബിയ, ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ലോകാവസാനം വരേക്കുമുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള റഹ്മത്തുൽ ആലമീനായ ഒരു പ്രവാചകൻ. ആ പ്രവാചകനെ പറ്റി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് കാഫത്തൻ ലിന്നാസ്, മുഴുവൻ മനുഷ്യർക്കുള്ള പ്രവാചകനാണ്. എങ്കിലും മുഴുവൻ മനുഷ്യരും ആ പ്രവാചകനെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നതിനപ്പുറം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ, മുസ്ലിം സമൂഹത്തിൻ്റെ, ആ പ്രവാചകനെ പിൻപറ്റിയ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രവാചകനാക്കുകയും ആ വിഭാഗങ്ങളിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം ആ പ്രവാചകൻ ജനിച്ച ദിവസത്തിന് ചില പ്രത്യേകതകളും പുണ്യങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഒരു മതപരമായ ആചാര അനുഷ്ഠാനമായിട്ട് കൊണ്ട് ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മതപരമായ ഈ ഓണത്തെ സംബന്ധിച്ചായാലും നബിദിനത്തെ സംബന്ധിച്ചായാലും അതിൻ്റെ മതപരമായ ആഘോഷങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ മത ആഘോഷങ്ങൾക്കും ഒരു ചരിത്രപരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാവും. അതേസമയം മതപരമായ അതിന് മറ്റൊരു പശ്ചാത്തലവുമുണ്ട്. ഇപ്പൊ നമ്മൾ നബിദിനം ആഘോഷിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ജീവിതത്തിൻ്റെ, എന്തിനാണ് റസൂൽ വന്നത്, എന്താണ് റസൂൽ ഇവിടെ പറഞ്ഞത്, റസൂൽ വരുത്തിയ മാറ്റം, ഇങ്ങനെയൊക്കെ അതിൻ്റെ ഒരു വിമോചനപരതയുണ്ട് ചരിത്രപരമായി, അതിൻ്റെ രാഷ്ട്രീയപരത. ഇതുപോലെ തന്നെയാണ് ഓണം. ഓണത്തിന് ഒരു 10,000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിന് അതിൻ്റെതായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതിലേക്ക് വളരെ ആസൂത്രിതമായ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് അതിപ്പോൾ ഒരു മത ആചാര അനുഷ്ഠാനമായിട്ട് നിലകൊള്ളുകയാണ്. ഇവിടുത്തെ മതത്തെ മാറ്റി നിർത്തി, ഈ രണ്ട് ആഘോഷങ്ങളുടെയും മതത്തെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ശരിതെറ്റുകളെ തൽക്കാലം നമുക്ക് ഒന്ന് മാറ്റി നിർത്താം. ഈ വിഷയമൊന്ന് പഠിക്കണമല്ലോ. നമ്മളൊക്കെ നബിദിനവും അവിടെ നിൽക്കട്ടെ, ഓണം നമ്മളൊക്കെ ഇങ്ങനെ അതിൻ്റെ
ഒരു മതേതര സ്വഭാവത്തിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കെ ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ സമയം കിട്ടുകയാണെങ്കിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ വിശ്വാസവും ചരിത്രവും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തുടർ ഖുതുബകളിൽ തന്നെ ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഖീദയുമായി ബന്ധപ്പെട്ട, നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട, നമ്മുടെ സ്വർഗ നരകവുമായി ബന്ധപ്പെട്ട, ശിർക്കും തൗഹീദും തമ്മിലുള്ള അഖീദയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന നിലക്ക് സവിസ്തരം, വെറും ഒരു ഉപരിപ്ലവമായ ചില വർത്തമാനങ്ങൾക്കപ്പുറം സവിസ്തരം ഈ വിഷയത്തെ പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രൂപത്തിൽ അത് അവതരിപ്പിക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിൽ ഈ വിഷയം, ഈ ഓണവും നബിദിനവും ഇത് ഒന്നിച്ചു മേളിച്ചു എന്നുള്ളത് അതിൻ്റെ രാഷ്ട്രീയപരവും ചരിത്രപരവുമായ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. കാലം തേടുന്ന, ഇവിടെ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന, പരസ്പരം സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഒരു വിമോചന പരത ഈ രണ്ട് ആഘോഷങ്ങളിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. വിശിഷ്യ പരസ്പരം അകലം പാലിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം ഹൈന്ദവ മതധാരകളെ ഒന്നിപ്പിക്കാനുള്ള ഒരു വിമോചന സന്ദേശമായി ഈ ആഘോഷങ്ങൾ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. ഈ ഓണം ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ സദ്യയൊക്കെ നമ്മളിപ്പോൾ കഴിക്കുന്നുണ്ടല്ലോ. ഞാനിങ്ങനെ പെറുക്കി നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രസംഗ സ്വഭാവം മാറ്റി വെച്ചിട്ട്, പഠിക്കണമെന്ന ലക്ഷ്യം വെച്ചിട്ട് ഇങ്ങനെ പെറുക്കി നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇട്ടു തരികയാണ്. ഈ കേരളമൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വടക്കൻ കേരളത്തിൽ, തെക്കൻ കേരളത്തിലൊക്കെ ഓണത്തിന് ഓണസദ്യ പച്ചക്കറിയാണ് നമ്മൾ കഴിക്കുന്നത്. അതേസമയം വടക്കൻ മലബാറിലൊക്കെ, ഇങ്ങോട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും വടക്കൻ കേരളത്തിലൊക്കെ പണ്ട്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഈ സദ്യകൾ മാറ്റിക്കൊണ്ടിരുന്നു എന്നോണം. അവിടെയൊക്കെ പച്ചക്കറി ആയിരുന്നെങ്കിൽ കുറച്ചൊക്കെ മാംസാഹാരങ്ങളും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ ഓണസദ്യ വിളമ്പിയിരുന്നത് എന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആഘോഷത്തിൽ നമ്മുടെ നാടിൻ്റെ അഭിരുചികൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ഏതൊരു ആഘോഷങ്ങളുടെയും മർമ്മം ഭക്ഷണമാണല്ലോ. ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുക, പരസ്പരം സ്നേഹവും സന്തോഷങ്ങളും വർത്തമാനങ്ങളും പറയുക, ഇത് നമ്മുടെ അഭിരുചികൾക്കനുസരിച്ചു കൊണ്ടായിരുന്നു എന്നാണ് ഓണത്തിൻ്റെ ചരിത്രം പറഞ്ഞു തരുന്നത്. വെറും പച്ചക്കറി സദ്യ മാത്രമല്ല, ഇനി നിങ്ങൾക്ക് കുറച്ച് മാംസാഹാരവും കൂടെ അതിൻ്റെ കൂടെ കൂടിയാൽ അതിൻ്റെ പേരിൽ ഓണം എന്ന ആഘോഷം ഇല്ലാതെയായി പോകൂല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. എന്തായാലും അതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കഥയുണ്ട്. 8,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തെയാണ് കേട്ടോ നമ്മൾ വിലയിരുത്തുന്നത്. നമ്മളൊരു ആദർശ സമൂഹം എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദ്, ശിർക്ക്, അള്ളാഹു, ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ, സ്വർഗം നരകം, ഇതൊക്കെ നമ്മൾ തന്നെ വിലയിരുത്തുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പാണ്. ആരാണ് നമ്മുടെ ആദർശ പിതാവ്? ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലാണ് നമ്മൾ ഒരു ആദർശ സമൂഹമായിട്ട് നിലകൊള്ളുന്നത്. ഇസ്ലാമിയത്ത് ആദം നബി മുതലുള്ള മുഴുവൻ പ്രവാചകരും മുസ്ലിമായിരിക്കെ, ഇസ്ലാമായിരിക്കെ അവരുടെ ആദർശം കലിമത്ത് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ ഒരു ആദർശ സമൂഹം രൂപപ്പെടുന്നത് 4000 വർഷങ്ങൾക്ക് ഇങ്ങോട്ടാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ആലോചിച്ചോ, മൂസ, ഈസ പ്രവാചകന്മാർ ഒരു 2000-2500 വർഷം. ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500 വർഷമായിട്ടില്ല, ആകാൻ പോകുന്നതേയുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ കൃത്യമായ എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് മതം പാടുള്ളത്
ഇതൊക്കെ നമുക്കറിയാം. ഈ 8000 വർഷം മുമ്പുള്ള നടന്നൊരു സംഭവം അത് ഐതിഹ്യമാണോ, ചരിത്രമാണോ, വിശ്വാസമാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായ പഠനങ്ങളിലൂടെ ചില സംഗതികൾ മനസ്സിലാക്കിയത് വെറും അനുമാനങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും 8000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വളരെ നല്ലവനായ ഒരു രാജാവ്, ആ രാജാവിനെ ദൈവമായ വിഷ്ണു പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഈ മഹാവിഷ്ണു മനുഷ്യരൂപം കൊണ്ട് വാമനൻ എന്ന അവതാരമായിക്കൊണ്ട് ഒരു മുനിമഹർഷിയുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉപവാസം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് 3 അടി മണ്ണ് വേണം. അതിനെന്താ എടുത്തോളൂ, വളരെ ഉദാരനാണ് മഹാബലി. ശരി, എടുത്തോളൂ, അളന്നെടുത്തോളൂ. അദ്ദേഹത്തിന്റെ 1ാമത്തെ ചവിട്ടടിയിൽ ഈ ഭൂമിലോകം മുഴുവൻ അളന്നെടുത്തു എന്നാണ്. 2ാമത്തെ അടിയിൽ ആകാശലോകവും ഈ പ്രപഞ്ചം മുഴുവൻ അളന്നെടുത്തു. 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോ നീതിമാനായ ഭരണാധികാരി, നിങ്ങൾ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, സത്യമാണ്. നീതിമാനായ ഭരണാധികാരി അദ്ദേഹം തൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തൻ്റെ തല കുനിച്ചു കൊടുത്തിട്ട് ഇവിടം ചവിട്ടി ബാക്കി എടുത്തുകൊള്ളൂ എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ ചവിട്ടി താഴ്ത്തി അതും അളന്നെടുത്തു എന്നാണ് കഥ. ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് നിങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ശരി തെറ്റുകൾ, ചില വൈരുദ്ധ്യങ്ങൾ, ഒരു വലിയ വിശ്വാസ പ്രമാണമായി മനുഷ്യൻ കൊണ്ടാടുന്നതിൻ്റെ ശരി തെറ്റുകളെ എൻ്റെ മാന്യ ശ്രോതാക്കളാണ് കേട്ടോ വിലയിരുത്തേണ്ടത്. നമ്മളൊരു ഇസ്സത്തുള്ള സമുദായമാണ്, ഒരു ആദർശ സമുദായമാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ആദർശത്തിൻ്റെ ഇസ്സത്ത്, അതിൻ്റെ ഔന്നിത്യം, അതിൻ്റെ ശരി, ഇതൊക്കെ വെച്ച് നിങ്ങൾ വിലയിരുത്തണം. ഇപ്പോഴാണ് നമ്മുടെ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ആദർശത്തിൻ്റെ പ്രസക്തി, കാലിക പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അത്രയും അടിവരയിട്ട് പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് ഈ കഥ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് വിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. ഈ വാമൻ നമ്മുടെ കേരളത്തിലുള്ള എറണാകുളം ജില്ലയിലെ തൃക്കാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാബലി നാട് ഭരിച്ചിരുന്നത് അന്ന്. അവിടെയാണ് വാമനൻ പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ ഒരു അമ്പലം തന്നെയുണ്ട് കേരളത്തിൽ. ഇപ്പൊ ശ്രീകൃഷ്ണന്റെ അമ്പലം, ഹനുമാന്റെ അമ്പലം, ശ്രീരാമന്റെ അമ്പലം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെയൊക്കെ അവരുടെ പ്രതിഷ്ഠയാണ്. ദൈവം വിഷ്ണു പല രൂപത്തിൽ അവതാരങ്ങളായിട്ട് വന്നു എന്നാണ്. മറ്റേ മത്സ്യത്തിന്റെ രൂപത്തിലുണ്ടത്ത് നരസിംഹം, നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനും സിംഹം എന്ന് പറഞ്ഞാൽ സിംഹം. ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് മനുഷ്യനായി അവതരിക്കാൻ പറ്റൂല. അപ്പൊ മനുഷ്യനുമല്ല മൃഗവുമല്ലാത്തൊരു കോലത്തിൽ വന്നു. അതാണ് നരസിംഹം എന്ന് പറയുന്നത്. ദൈവം വേറൊരു കോലത്തിൽ വരുന്നതാണ് മത്സ്യമായിട്ട് വന്നു. രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ട്, രാവണൻ എന്ന ദുഷ്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ എന്ന അവതാരമായി വന്നു. കംസനെ കൊല്ലാൻ വേണ്ടിയിട്ട് വേറൊരാൾ വന്നു, ശ്രീകൃഷ്ണൻ, ഒരു അവതാരമാണ്. അപ്പൊ അതിന്റെ ശരിതെറ്റുകളൊക്കെ നിങ്ങൾ വിലയിരുത്തണമെന്ന് പിന്നെയും പറയുകയാണ്. എന്തായാലും 5ാമത്തെ അവതാരമായി കേരളത്തിൽ വന്ന തൃക്കാക്കരയിൽ വന്നു. അവിടെയുള്ള പ്രതിഷ്ഠ വാമന പ്രതിഷ്ഠ, അതാണ് തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓണത്തിന്റെ പൂക്കൾ ഇടുമ്പോൾ അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചിട്ടില്ലേ, ഒരു മൺകുറ്റി, അത് വാമനനാണെന്നാണ് പറയുന്നത്. വാമനന്റെ പ്രതിഷ്ഠയാണ്, വിഗ്രഹമാണ്. ഈ വിഗ്രഹ പ്രതിഷ്ഠയാണ് നമ്മൾ മതേതര സ്വഭാവത്തോടു കൂടി നമ്മളൊക്കെ തിമിർത്താടുന്നത് എന്ന് വേറെ കഥ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്തായാലും അപ്പോൾ കേരളം അപ്പം എന്നുണ്ട്, 5ാമത്തെ അവതാരത്തിന്റെ കാലത്ത് കേരളം ഉണ്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മൾ കുട്ടികൾ പഠിച്ചിട്ടില്ലേ എന്നാ കേരളം ഉണ്ടായത്? ചരിത്രത്തിൽ എന്നാ മക്കൾ പഠിച്ചേക്കുന്നത്? പരശുരാമൻ മഴുവറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചേക്കുന്നത്. ഈ പരശുരാമൻ ആരാ?
വിഷ്ണുവിന്റെ 11ാമത്തെ അവതാരമാണ് പരശുരാമൻ. അപ്പൊ കേരളം ഉണ്ടായതെന്ന വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമൻ ആണോ കേരളം ഉണ്ടാക്കിയത്? അത് 11ാമത്തെ അവതാരമായ ആര് പരശുരാമനാണോ? പരശുരാമൻ മഴുവെറിഞ്ഞിട്ടാണോ കേരളം ഉണ്ടാക്കിയത്? ഒരു വിശ്വാസമാണ്, ദൈവവിശ്വാസമാണിത്. മനസ്സിലായില്ലേ? ഇനി ആരാണ് ഈ മഹാബലി എന്ന് പറയുന്നത്? മഹാബലി എന്ന് പറയുന്നത് ഒരു അസുര രാജാവാണ്. ആരാണ് അസുരൻ? നമ്മൾ ചിത്രകഥകളിലൊക്കെ കണ്ടിട്ടില്ല. അസുരൻ ആരാണ്? ഭീകരൻ, ഉഗ്രരൂപം പൂണ്ട, നമ്മളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന അതിക്രൂരന്മാരായ പകയുടെയും വിദ്വേഷത്തിന്റെയും രൂപം പൂണ്ടവരാണ് ആര്? നമ്മൾ പഠിച്ചു വെച്ചത് അതാണ് അസുരന്മാർ. സത്യത്തിൽ അസുരന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ഇറാഖിലെ, നിങ്ങൾ മനസ്സിലാക്കണോ, ഇറാഖിലെ അസൂറിയ എന്ന പ്രദേശത്ത് നിന്ന് ഇന്ത്യയിലേക്ക് 8000 വർഷം മുമ്പ് ഇവിടെ വന്ന ഒരു മനുഷ്യ സമൂഹമാണ് അസുരന്മാർ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വംശാവലിയിൽപ്പെട്ട അസൂറികളാണ് ആര്? അസുരന്മാര് എന്ന് പറഞ്ഞത്. ഈ അസൂര്യാക്കളുടെ വംശാവലി നിൽക്കുന്നത് യാസിദ് എന്ന് പറയുന്ന ഒരാളിലൂടെയാണ്. അതിന്റെ ആദ്യത്തെ ഇവരുണ്ടല്ലോ, അതിന്റെ പരമ്പര, അത് ആ യാസിദ് മുഖേനയാണ് ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയിൽ ഈ യാസിദ് വന്ന ശേഷം ഈ അസൂര്യാക്കളെ അറിയപ്പെടുന്നത് ദിരിയാസിദ് എന്നാണ്. ദിരിയാസിദ്, മനസ്സിലായോ? ഈ ദിരിയാസിദാണ് പിന്നീട് എന്താകുന്നത്? ദ്രാവിഡന്മാരായി മാറുന്നത്. ഈ മോഹൻജദാരോ ഹാരപ്പൻ ചരിത്രങ്ങളൊക്കെ, പഴയ പുരാതന ഇന്ത്യയിലെ മനുഷ്യരെ കുറിച്ച്, നമ്മുടെ പൂർവികരായ നമ്മുടെ വല്യുപ്പന്മാരെയൊക്കെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഹാരപ്പൻ ജരാദോ എന്നൊക്കെ പറഞ്ഞ്, മോഹൻജദാരോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഒരു നാഗരിക സംസ്കാരം, ദ്രാവിഡ സംസ്കാരം, ഇന്ത്യയിലെ ആദ്യത്തെ വിഭാഗം ഈ 8000 വർഷങ്ങൾക്ക് അതിനു മുമ്പും ഉണ്ടായിരിക്കാം, മനുഷ്യരുണ്ടായിരിക്കാം. ഈ 8000 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഈ വിഭാഗമുണ്ടല്ലോ, ഈ ദ്രാവിഡ വിഭാഗം, അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു എന്നാണ്. അവർ ധർമ്മിഷ്ഠരായിരുന്നു. അവർക്ക് ചതിയില്ല, കളവില്ല, നീതിമാന്മാരും ജനോപകാരപ്രദരുമായിരുന്നു. അതുകൊണ്ടാണ് മഹാബലിയെ കുറിച്ച് പറയുമ്പോൾ കള്ളവുമില്ല, ചതിയുമില്ല, നീതിമാനായ ഭരണാധികാരി എന്ന് പറയുന്നത്. അസുരൻ എന്ന് പറയുന്നതിന്റെ മറ്റൊരർത്ഥവും കൂടിയുണ്ട്. സുര എന്ന് പറയുന്ന മദ്യം കഴിക്കാത്തവരാണ് ആര്? അസുരന്മാർ. മനസ്സിലായില്ലേ? സുര എന്ന് പറയും. അപ്പൊ അവിടെ കിട്ടുന്ന മദ്യം സുരയാണ്, മദ്യപാനികളല്ല എന്നാണ് അർത്ഥം. ഇവരെയാണ് നമ്മൾ ഭീകരവാദികളും, ഇപ്പൊ നമ്മൾ തന്നെ ആരാ? മുസ്ലിങ്ങൾ. നമ്മളെ കുറിച്ച് ഒരു 10-50 വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 2-3 നൂറ്റാണ്ട് കഴിയുമ്പോൾ അന്നത്തെ തലമുറ പറയും, മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം കേരളത്തിൽ ജീവിച്ചിരുന്നു, അവർ തീവ്രവാദികളും ഭീകരവാദികളും ജിഹാദികളുമായിരുന്നു. ആരാണ്? നമ്മളെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ ഇവിടത്തെ ഇസ്ലാമേതര സമൂഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ അവരുടെ മനസ്സിലുണ്ട്, അവർ മുസ്ലിങ്ങളല്ലേ, അവർ തീവ്രവാദികളാണ്, അവർ ഭീകരവാദികളാണ്. ഇതുപോലെ തന്നെ അസുരന്മാരെന്ന് പറയുന്ന വളരെ നല്ലവരുടെ ഒരു അവസ്ഥയെ ഹൈജാക്ക് ചെയ്യുകയും വികലമാക്കപ്പെടുകയും അങ്ങനെ ചിത്രീകരിക്കപ്പെടുകയുമാണ് ചെയ്തത്. അപ്പൊ അസുരന്മാർ എന്നത് മനസ്സിലായല്ലോ. ഇനി ആരാണ് ദേവന്മാർ എന്ന് പറയുന്നത്? ഈ മഹാവിഷ്ണു ഉണ്ടല്ലോ, ദൈവം എന്ന് പറയുന്ന മഹാവിഷ്ണുവിന് 3 അവസ്ഥകളാണ്. ഒന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടിക്കുന്നവൻ, സ്ഥിതി നിലനിർത്തുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, സംഹാരം നശിപ്പിക്കുന്നവൻ. ഇപ്പം മരണം പോലെ തകർക്കൽ, അങ്ങനെയുള്ളതൊക്കെ. ഈ 3 അവസ്ഥകളിൽ നിലനിൽക്കുമ്പോൾ തന്നെ മഹാവിഷ്ണു ആരായിട്ട് ഓരോ കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ സംഹരിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരൂപത്തിൽ അവതരിക്കുമത്രേ.
ഇനി മനുഷ്യന്മാർ തന്നെ 4 തരമുണ്ട്. അതിൽ ഏറ്റവും ഉയർന്ന വിഭാഗമാണ് ആര്? ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവാണ് ദേവന്മാർ, ബ്രാഹ്മണന്മാർ, ഉയർന്ന സവർണ വിഭാഗം. ബ്രഹ്മാവ്, ഇവർക്ക് മന്ത്രവും വേദവും മാത്രമേ അറിയൂ. രണ്ടാമത്തെ വിഭാഗം ക്ഷത്രിയന്മാർ. ഈ ദേവന്മാരെ സംരക്ഷിച്ചുള്ള പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റിയാണ് ആര്? ക്ഷത്രിയന്മാർ. ക്ഷത്രിയന്മാർ എന്നും യുദ്ധത്തിൽ യോദ്ധാക്കളാണ്. പിന്നെ വൈശ്യന്മാർ, ശുദ്ധന്മാർ, ഇവിടുത്തെ താഴ്ന്ന വിഭാഗം. ഈ 4 വിഭാഗത്തേക്കാൾ താഴ്ന്ന വിഭാഗം മനുഷ്യരായി പരിഗണിച്ചിരുന്നില്ല. ആരാണവർ? ഇവിടത്തെ പറയന്മാർ, ഇവിടത്തെ പൊലയന്മാർ, ഇവിടത്തെ ഈഴവർ, ഇവിടത്തെ എഴുത്തുകാർ, ഇവിടത്തെ വിശ്വകർമ്മകൾ, ഈ ആശാരിപ്പണിയൊക്കെ നടത്തുന്നവർ. വൈക്കം സത്യാഗ്രഹം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ വൈക്കം സത്യാഗ്രഹം? എന്താണ് വൈക്കം സത്യാഗ്രഹം? അവിടുത്തെ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ശൂദ്രന്മാരെക്കാൾ താഴ്ന്ന പിന്നോക്ക ദളിത വിഭാഗം അവിടുത്തെ ബ്രാഹ്മണന്മാരുടെ അല്ലെങ്കിൽ സവർണ ജാതിക്കാരുടെ പീഡനം സഹിക്കാതെ വന്ന് അവർ ഇസ്ലാമിലേക്ക് കുടിയേറി മുസ്ലിങ്ങളായി മാറും, അല്ലെങ്കിൽ ക്രൈസ്തവരായി മാറുമെന്ന് വന്നപ്പോഴാണ് വൈക്കം സത്യാഗ്രഹം അവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു. വലിയ ചരിത്രമാണ്. ക്ഷേത്രപ്രവേശനം അനുവദിക്കാൻ കാരണം അവർ മറ്റു മതങ്ങളിലേക്ക് വഴിമാറി പോകുമെന്ന കാരണത്താലാണ്. മഹാത്മാഗാന്ധിജി അതിൻ്റെ ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിൽ മഹാത്മാഗാന്ധിജി പങ്കെടുത്തതല്ലേ, നമ്മുടെ രാഷ്ട്രപിതാവ്. നിങ്ങൾ അവിടെ ക്ഷേത്രം അവർക്ക് വേണ്ടി, പിന്നോക്കക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ അവർ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയി മതപരിവർത്തനം നടത്തുമെന്നായിരുന്നു. ഇതിൻ്റെ ഒരു കോംപ്രമൈസിന് വേണ്ടി, മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് മഹാത്മാഗാന്ധി വന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ചരിത്രം മനുഷ്യനെ തട്ടുകളാക്കി തിരിച്ചു വെച്ച അധർമ്മത്തിൻ്റെയും അക്രമത്തിൻ്റെയും അനാശാസ്യത്തിൻ്റെയും ഒരു ചരിത്രം ഈ ഭൂമിക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, കേരളത്തിനുണ്ട്. ഭൂമി തന്നെ 4 തരമാണ്. ഒന്ന് അധലം എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്വർഗം, വിതലം ഒരു മധ്യഭാഗം, രസതലം എന്ന് പറഞ്ഞാൽ താഴെത്തട്ട്, പാതാളം അടിത്തട്ട്. ഈ ബ്രാഹ്മണന്മാരുണ്ടല്ലോ, ദേവന്മാർ, ബ്രഹ്മാക്കൾ, ഇവരാണ് ഏറ്റവും ഉയർന്ന വിഭാഗം. അവരിൽ തന്നെ ഉന്നത ഇന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ ഇന്ദ്രസ്ഥാനം? ഈ ബ്രാഹ്മണന്മാർ അധിവസിക്കുന്ന ഉയർന്ന സ്ഥാനം. അവർ സ്വർഗത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ എന്താണ് നമ്മുടെ അമർചിത്രകഥകളിലെ ബാലരമ, പൂമ്പാറ്റ, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടില്ലേ? അവിടുത്തെ അന്നത്തെ കഥ. ഈ ഉയർന്ന ദേവന്മാർ അവരുടെ അധർമ്മത്തെ, അനാശാസ്യത്തെ, മദ്യപാനത്തെ, വ്യഭിചാരത്തെ, പിന്നോക്ക വിഭാഗങ്ങളെ ക്രൂരമായി അടിച്ചമർത്തപ്പെടുമ്പോൾ പോലും അവർക്ക് നന്മയുടെ, ധർമ്മത്തിൻ്റെ, മാന്യതയുടെ പരിവേഷം നൽകുന്നതിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്യുന്നതിൽ അമർ ചിത്രകഥകൾ പോലെ വിജയിച്ച മറ്റൊന്ന് ഇല്ല. വളരെ ആസൂത്രിതമായിരുന്നു. അങ്ങനെ ഇവർ കുടിയേറിയത്, ഈ ഉയർന്ന വിഭാഗം, ഈ ബ്രഹ്മാക്കൾ, ദേവന്മാർ എന്ന് പറയുന്നവർ, അവർ സുര എന്ന് പറയുന്ന മദ്യപാനികളായിരുന്നു. ഇവർ കുടിയേറിയിരുന്നത് എവിടെ നിന്നായിരുന്നു? ഇറാനിൽ നിന്ന്. അസൂര്യാക്കൾ കടന്നു കയറിയത് എവിടെ നിന്നാ? ഇറാഖിൽ നിന്ന്. ഇവർ കടന്നു കയറിയത് എവിടെ നിന്നാ? ഇറാനിൽ നിന്ന്. ഇറാനിൽ നിന്നുള്ള ആര്യന്മാരാണ് ഇവിടെ കടന്നു വന്നത്. മനസ്സിലായോ? ഇവർ തമ്മിൽ, ഈ അസുരന്മാരും ആര്യന്മാരും തമ്മിൽ എപ്പോഴും സംഘട്ടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഈ ഒരു സംഘട്ടനത്തിൽ ഇവിടുത്തെ ആര്യന്മാർ, ഇവിടുത്തെ ദേവന്മാർ പരാജയപ്പെടുന്നു. യുദ്ധമുതലുമായി അസുര സമൂഹം പോകവേ അത് കടലിൽ വീഴുന്നു. ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധമുതലുകൾ. ഇത് വീണ്ടും ഈ പാലാഴി മദനം എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? രാമായണത്തിലോ മഹാഭാരതത്തിലോ പാലാഴി മദം, കടൽ കടഞ്ഞ് ആ കുംഭം, അമൃത കുംഭം എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ അസുരന്മാർ കൊണ്ടുപോയിരുന്ന ഈ ഗനീമത്ത് സ്വത്തുക്കൾ, യുദ്ധമുതലുകൾ വീണ്ടെടുക്കാൻ വേണ്ടി അസുരന്മാരും
അപ്പൊ തന്നെ കടലിൽ ചാടി ഈ ദേവന്മാരും നടത്തിയ തെരച്ചിലാണ്. അതിലാരും മരണപ്പെട്ടു? ഈ രാജാവ്, അസുരന്മാരുടെ നീതിമാനായ ബലിരാജാവ് മരണപ്പെട്ടു. ബലിരാജാവ് എന്നിട്ട് എന്ത് ചെയ്തു? ഈ അസുരന്മാരുടെ ഒരു ഗുരുവുണ്ട്, ശുക്രാചാര്യർ. ഈ മരണപ്പെട്ടു പോയ ബലിയെ, മഹാബലിയെ ഗുരു ശുക്രാചാര്യർ ജീവിപ്പിച്ചു. പൂർണ്ണമായ ശക്തി കൈവരിച്ചു വന്ന മഹാബലി ബ്രാഹ്മണന്മാരായ ദേവന്മാരെ മുഴുവൻ പരാജയപ്പെടുത്തി കാടുകളിൽ അവർ അഭയം പ്രാപിച്ചു. ദേവന്മാരുടെ അമ്മയായ അതിഥിയോട് പ്രാർത്ഥിച്ചു, അസുരന്മാരിൽ നിന്ന് എന്തെങ്കിലും രക്ഷിക്കാൻ വഴി കാണണം. അതിഥി ഉപവാസം അനുഷ്ഠിച്ച് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തി ഈ അസുരന്മാരായ രാജാക്കന്മാരെ എങ്ങനെ ഇല്ലാതെയാക്കാൻ കഴിയുമെന്ന ഒരു വരം ദൈവത്തെ കൊണ്ട്, വിഷ്ണുവിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു. അങ്ങനെ വിഷ്ണു കണ്ടെത്തി എന്താ ഉപായമാണ് എന്ത്? മനുഷ്യരൂപം കൊണ്ടുവന്ന വാമനൻ വന്ന് മഹാബലിയോട് ഭൂമി ചോദിക്കുന്നതും ചവിട്ടിത്താഴ്ത്തുന്നതും. രണ്ട് മനുഷ്യ സമൂഹം തമ്മിലുള്ള അധിനിവേശത്തിന്റെ നിലനിൽപ്പിന്റെ പോരാട്ടങ്ങൾ. അസുരന്മാരെന്ന് പറയുന്ന ഇവിടത്തെ പിന്നോക്ക വിഭാഗം അല്ല, ഇവിടത്തെ ഒറിജിനൽ ദ്രാവിഡ സമൂഹം. ഇവിടെ എന്താണ് പരശുരാമന്റെ മഴുവെന്താ സാധനം? വിറക് വെട്ടാനായിരുന്നോ? വേട്ടയാടാനായിരുന്നു? അല്ല, മനുഷ്യരെ വെട്ടി നുറുക്കി അധിനിവേശം നടത്തി ഭൂമികൾ കയ്യേറുന്നതിനുള്ള ആയുധമായിരുന്നു മഴു. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ചരിത്രത്തിന്റെ മർമ്മം. ഇവിടത്തെ ഉയർന്ന സവർണ വിഭാഗങ്ങൾ നടത്തിയ കൊള്ളയുടെ, കൊലയുടെ, അധിനിവേശത്തിന്റെ ചരിത്രം. എത്ര രാഷ്ട്രീയപരവും ചരിത്രപരവുമായൊരു ചരിത്രം. എത്ര പെട്ടെന്നാണ് മതകീയവൽക്കരിച്ചത്. വാമനൻ എന്ന് പറയുന്ന അവതാരം വന്നിട്ട് അവിടെ ഒരു പ്രതിഷ്ഠ. അതിനെ എത്ര ആസൂത്രിതമായിട്ടാണ് കേരളത്തിന്റെ തന്നെ ഉത്സവമാക്കി. കേരളത്തിലുള്ള മുസ്ലിങ്ങളെയും ക്രൈസ്തവരും അടങ്ങുന്ന ഇവിടുത്തെ ഏകദൈവ വിശ്വാസികളെയും ഒരു ആരാധന അനുഷ്ഠാനത്തിന്റെ ശിർക്കൻ സമ്പ്രദായത്തിന്റെ മുന്നണികളിൽ കണ്ടില്ലേ നിങ്ങൾ? ആരാണ് ആഘോഷിക്കുന്നത്? ഓണം ആഘോഷിക്കുന്നത്, അതിന്റെ തിമിർത്താടുന്നത് ആരാ? അതിന്റെ മുമ്പിൽ നിൽക്കുന്നവർ മുസ്ലിങ്ങളല്ലേ? ഞങ്ങളുടെ മതേതരക്കൂറ് തെളിയിക്കാൻ ഒരു തെറ്റായതല്ല, ഒരു ശിർക്കൻ ആരാധന വിശ്വാസത്തെ അതും മതേതര സ്വഭാവം നൽകി ഞങ്ങൾ മതേതരന്മാരാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അതിന്റെ മതസ്വഭാവവും നഷ്ടപ്പെട്ടില്ലേ സഹോദരന്മാരെ? മതസ്വഭാവം നഷ്ടപ്പെട്ടില്ലേ? അല്ലെ? പൂജ, വഴിപാട്, പൂക്കം ഇതൊക്കെ മാറി ഇപ്പൊ അഴിഞ്ഞാടുകയാണ്. സിനിമാറ്റിക് ഡാൻസുകളെക്കാൾ വെല്ലുന്ന ആഘോഷങ്ങളിലേക്ക്, DJ പാർട്ടിയിലേക്ക്, മദ്യപാനത്തിലേക്ക്. ഓണത്തിന്റെ ഇടയിൽ സ്കൂൾ കുട്ടി മദ്യപിച്ചിട്ട്, വെള്ളം പോലും ചേർക്കാതെ മദ്യപിച്ചിട്ട് വഴിയിൽ കിടന്നിട്ട് നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. സ്കൂളിലെ ഓണാഘോഷമാണ്. അവിടെ വിളമ്പുന്ന ലഹരികൾ, മയക്കുമരുന്നുകൾ. ആരാണ് മഹാബലി? ആരാണ് അസുരന്മാർ? എന്താണ് ഓണം? അല്ലെ? സുര എന്ന് പറയുന്ന മദ്യം ഉപയോഗിക്കാത്ത മഹാബലിയുടെ അനുസ്മരണത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റൊഴിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ എവിടെയാണ് നമുക്ക് തെറ്റിപ്പോകുന്നത്? ഞാൻ അവസാനിപ്പിക്കുക. എവിടെയാണ് നമുക്ക് തെറ്റുന്നത്? എന്നിട്ട് അതിന്റെ പേരിൽ ഓണം ശരിയാണോ തെറ്റാണോ, ഹറാമാണോ ഹലാലാണോ? സ്വന്തം സംസ്കാരം, സ്വന്തം ഇസ്സത്തുള്ളൊരു സമുദായം ഈ സമുദായങ്ങളെ മുഴുവൻ മാറ്റിമറിക്കേണ്ടതാണ്. അല്ല, ഇവിടെയുള്ള പിന്നോക്ക അവർണ ജാതി വിഭാഗങ്ങൾക്ക് വിമോചനമായി കടന്നു വന്ന ഇസ്ലാം. ഞാൻ സൂചിപ്പിച്ചില്ലേ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച്? നിങ്ങൾ മനുഷ്യർക്ക് വിമോചനം നൽകിയിട്ടില്ല എങ്കിൽ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദം നൽകിയിട്ടില്ല എങ്കിൽ അവർ മുസ്ലിങ്ങളായി മാറും.
എന്താ മുസ്ലിങ്ങളായി മാറാൻ അവരുടെ കയ്യിലെ എന്താണ് അവരുടെ കയ്യിലുള്ളത്? വിമോചനത്തിന്റെ, സ്നേഹത്തിന്റെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, പല ജാതി വർഗങ്ങൾക്ക് പല പല ദൈവങ്ങളായി നിലനിൽക്കുന്നിടത്ത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിമോചനം. ഇന്ത്യ ഛിന്ന ഭിന്നമായിരുന്നു. ഇന്ത്യ നാട്ടുരാജാക്കന്മാരാൽ, ഇവിടത്തെ സവർണ അധികാരത്താൽ ഇവിടത്തെ ജനം പുറകെ മുട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഇതുപോലെ ഏകോപിപ്പിച്ചതിൽ ഇസ്ലാമിന്റെ പങ്ക്, ഇസ്ലാമിക ആദർശത്തിന്റെ പങ്ക്, ഇസ്ലാമിലെ സമത്വത്തിന്റെ, ഇസ്ലാമിലെ മാനവികതയുടെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന മുസ്ലിം സമുദായം എന്തേ മറന്നുപോയി? നമ്മൾ എന്തേ മറന്നത്? നമ്മുടെ ഇസ്ലാമിനെ കൈയൊഴിഞ്ഞിട്ട് മറ്റുള്ള മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന, മനുഷ്യത്വം നഷ്ടപ്പെടുത്തുന്ന ആഘോഷങ്ങളിൽ നമ്മുടെ മികവ് തെളിയിക്കുന്നുവെങ്കിൽ ഈ സമുദായം, മുസ്ലിം സമുദായം എത്ര പിറകോട്ട് പോയി സഹോദരന്മാരെ? പറയൂ നിങ്ങൾ, നമ്മൾ പറയൂ, ആരാണ് ഇതിന് മറുപടി പറയുക? ഇന്ത്യയെ ഈ കാണുന്ന രൂപത്തിൽ ഏകോപിപ്പിച്ച ഒരു സമുദായത്തിന്റെ ഇസ്സത്ത്, അവരുടെ രാഷ്ട്രീയ ബലം, ഇന്ത്യ ഈ കാണുന്ന രൂപത്തിൽ രൂപപ്പെട്ടു വന്നത് ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയപരമായ അവരുടെ അടിത്തറ കൊണ്ടായിരുന്നു. മനുഷ്യനെ വെട്ടിനുറുക്കുന്നിടത്ത്, കൊന്നു തള്ളുന്നതിൽ, അല്ലെ, വലിയ വലിയ ബ്രാഹ്മണന്മാരൊക്കെ താമസിച്ചിരുന്ന വീടുകളുടെ ചുറ്റും ഏക്കർ കണക്കിന് പറമ്പാണല്ലോ. ആ പറമ്പുകൾ കുഴിച്ചാൽ അസ്ഥികൂടങ്ങൾ കിട്ടും. പിന്നോക്കക്കാരും പാവങ്ങളുമായ ജനതയെ കൊന്നു തള്ളിയ, ജീവനോടെ കുഴിച്ചു മൂടിയ, ചവിട്ടി താഴ്ത്തിയതിന്റെ ചരിത്രം മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ ഇവിടെയുള്ള അവർണർക്ക് വിമോചനം അരളിക്കൊണ്ട് ഇസ്ലാം കടന്നു വന്നുവെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികൾ എന്തേ ഇസ്സത്ത് മറന്നുപോയി? പറയൂ നിങ്ങൾ. ഞാൻ നിർത്തുകയാണ്. ഏതായാലും ഇന്ന് മുടക്കു ദിവസമല്ലേ, ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഈ ഓണത്തിനാണല്ലോ ഈ മഹോത്സവം, കാർഷിക മഹോത്സവം. എന്താണ് കാർഷിക മഹോത്സവത്തിന്റെ അടിത്തറ? ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ? അവിടുത്തെ ജന്മികളാണ്. കൃഷി വിളവെടുപ്പ് നടത്തി അതിന്റെ ഫലം അനുഭവിക്കുന്നവർ അന്നാട്ടിലെ ജന്മികളാണ്. കേട്ടിട്ടില്ലേ പാട്ട്? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി എവിടെ? കുമ്പിളിയിൽ തന്നെ. ഓണവും കൃഷിയൊക്കെ നടന്നുകൊണ്ടൊന്നും അവിടുത്തെ പണിക്കാരന് ഭക്ഷണമില്ല. ഈ പാവപ്പെട്ടവൻ പണിയെടുത്ത് കൊണ്ടുവന്ന് അവന്റെ മുതലാളിയുടെ വീട്ടിൽ സമർപ്പിക്കുമ്പോൾ അവരാണ് അത് അനുഭവിക്കുന്നത്. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വീട്ടിലെ വേലി പൊളിച്ച് വിറ്റ്, അത് വിറകിന് വേണ്ടി വിറ്റ് അമ്മ അടുപ്പത്ത് കഞ്ഞി വെച്ചപ്പോൾ അച്ഛൻ കോപിച്ചു. ഇതാണ് ഓണപ്പാട്ടുകൾ അങ്ങനെയായിരുന്നു. അവിടുത്തെ ഗുണഭോക്താക്കൾ അവിടുത്തെ ജന്മികളായിരുന്നു. ഇനി ഓണസദ്യ ഉണ്ടല്ലോ, നമ്മൾ ഈ കഴിക്കുന്ന ഓണസദ്യ, അവരുടെ ഐതിഹ്യം അനുസരിച്ചിട്ട് മഹാബലി വരും എന്നാണ് പറയുന്നത്. ഈ മഹാബലി വരുമ്പോൾ കേരളത്തിൽ ഒരു കുഴപ്പമില്ല, ഇവിടെ സമൃദ്ധിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടത്തെ ഈ ദേവന്മാർ വിളമ്പുന്ന ഭക്ഷണമാണ്. മഹാബലി വരുമ്പോൾ ഇവിടെ സുഭിക്ഷത. ആരാണത് ചെയ്യുന്നത്? ഇവിടത്തെ ബ്രാഹ്മണന്മാർ, ഇവിടത്തെ സവർണർ, ഇവിടത്തെ ദേവന്മാർ. അവർ വിളമ്പിയ ഭക്ഷണമാണ് സദ്യ, മഹാബലിയെ പറ്റിക്കാൻ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് ചരിത്രമെങ്കിലും സർക്കാർ 1961 നമ്മുടെ പട്ടുമാണത്തുള്ള സർക്കാർ ഇതിനെ ദേശീയോത്സവമാക്കി മാറ്റിയത് കൊണ്ട് നമ്മൾ പല കാരണങ്ങളാൽ നമ്മൾ നിർബന്ധിതരാണ് എന്ത്? ഓണം ആഘോഷിക്കാൻ. അങ്ങനെ ആഘോഷിക്കുമ്പോഴും ഈ ഒരു തിരിച്ചറിവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പൊ സർക്കാർ തലത്തിൽ അതല്ലെങ്കിൽ ഉദ്യോഗ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറിയ പെരുന്നാള്, ബലിപെരുന്നാള്, നബിദിനം, ഇതൊക്കെ ലോകത്തിന് വേണ്ടിയിട്ടാണ്. എന്തേ മനുഷ്യ സമൂഹം അത് ഏറ്റെടുത്തില്ല? നമ്മുടെ ഏതെങ്കിലും ഒരു ആഘോഷം ഏതെങ്കിലും ഒരു മതവിഭാഗം ഏറ്റെടുത്താം. ലോകത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ നിലകൊള്ളുന്നത്? ഖുർആൻ, അള്ളാഹു, റസൂൽ, നമ്മൾ
എന്തെങ്കിലും ഒന്ന് അനുകരിച്ചോ? വലിയ പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടെ ആഘോഷിക്കാൻ ആരാ വിചാരിച്ച? ആരും വിചാരിച്ചില്ല. നബിദിനത്തെ കുറിച്ചും വിചാരിച്ചില്ല. ക്രിസ്മസ്, ഓണം, അതിന്റെ മുൻപന്തിയിലാരാ? നമ്മളാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഈ ഒരു തിരിച്ചറിവ്, നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇതിൽ മതപരമായ അബദ്ധങ്ങളെ തിരുത്തിക്കൊണ്ട് ഇവിടെ ഒരു വിമോചന പരത, മഹാബലി നൽകിയ നീതിയുടെ, സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, ക്ഷേമത്തിന്റെ ഒരു വിമോചന പരത നമ്മൾ ഉൾക്കൊള്ളുക. അതേസമയം അതിലെ ഒരു മതം, അത് ശിർക്ക് കലർന്നതാണ്, അത് വാമനന്റെ പ്രതിജ്ഞയാണ്. ഇതിനെ നമ്മൾ ജാഗ്രതയോടെ പുലർത്തുക. ഇവിടെ മതവും രാഷ്ട്രീയവും നഷ്ടപ്പെട്ട മൂന്നാമത്തെ ദുരന്തം ഒരു ലിബറൽ കൾച്ചറിലേക്ക്, കുത്തഴിഞ്ഞ ഒരു സംസ്കാരത്തിലേക്ക് ആഘോഷങ്ങൾ മാറുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് ജാഗ്രത കൈവരുത്താൻ മുഴുവൻ മതവിശ്വാസികളും, മുസ്ലിങ്ങൾ മാത്രമല്ല, മുഴുവൻ മതവിശ്വാസികളും മുഴുവൻ രാഷ്ട്രീയ നേതൃത്വവും കരുതലോടുകൂടി മുന്നോട്ട് പോകുക. കാര്യങ്ങളെ യഥാവിധി ഉൾക്കൊള്ളുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ ആദർശം, നമ്മുടെ തൗഹീദ് നഷ്ടപ്പെടാതെ ശിർക്ക് കലരുന്ന, മറ്റു സംസ്കാരങ്ങളുമായി ഇടകലരുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ വഴിമാറിപ്പോകാതെ കണ്ടുള്ള ഒരു ജാഗ്രത നമ്മൾ പുലർത്തുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വിശാലമായ ഒരു വിഷയം, വളരെ ആറ്റിക്കുറുകി അതിവേഗത്തിൽ നിങ്ങളോട് പറഞ്ഞു വെച്ചതാണ്. എന്തിനാണ് ഇത് ഇത്രയും വിശദീകരിച്ച് ഒരു മതസമൂഹത്തിന്റെ ചരിത്രം പറഞ്ഞത്? നമ്മൾ ഒരു ആദർശ സമൂഹം എന്ന നിലയിൽ മറ്റുള്ള സമൂഹത്തിന്റെ സംസ്കാരങ്ങളെ പേറുമ്പോൾ നമ്മുടെ സ്വർഗം, നമ്മുടെ അഖീദ തെറ്റാൻ പാടില്ല. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.